ഇന്ന് നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ടൊമാറ്റോ റൈസ് അഥവാ തക്കാളി ചോറ് ഉണ്ടാക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ ടേസ്റ്റിയായി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാതെ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 4 മീഡിയം സൈസ് തക്കാളിയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചോറിൽ ഇത് തക്കാളിയൊക്കെ ഉടഞ്ഞു കഴിയുമ്പോൾ ആ തോല് മാത്രമായിട്ട് ഇങ്ങനെ വലുതായിട്ട് കിടക്കും റൈസിൽ. ഇനി ഇതിലേക്കുള്ള അരി ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ബസ്മതി അരിയാണ്. അത് ഉപ്പ് ചേർത്ത് പെർഫെക്റ്റ് ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് എന്നുള്ളത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ് കേട്ടോ. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ വീഗൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ മുഴുവനായിട്ട് നെയ്യോ യൂസ് ചെയ്യാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ഒരു 1.5 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, കാഷ്യൂ നട്ട്സ് ഒരു 10 എന്നിവ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 10-12 മാക്സിമം ചേർക്കാം ഈ ഒരളവിന്. ഇനി നമ്മൾ ഇപ്പം ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു സ്ലൈറ്റ്ലി ബ്രൗൺ കളർ ആവുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു സ്ലൈറ്റ് ബ്രൗൺ കളർ വന്നാൽ മതി. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഇനിയും അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് വഴറ്റുമ്പോൾ ഇത് കൂടുതൽ ബ്രൗൺ ആവും, ഒരു കരിഞ്ഞ പോലെ ആയിപ്പോവും. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. വല്യുള്ളി ഒരു മീഡിയം സൈസിലുള്ള വല്യുള്ളിയാണ് എടുത്തത്. അത് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ, ഉള്ളി ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് കാരമലൈസ് ആവുന്നവരെ വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ വട്ടത്തിലരിഞ്ഞതോ എങ്ങനെ വേണേ ആവാം. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ലേറ്റായി ചേർത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ നിറം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും ചേർത്തിട്ട് നന്നായി ഒരു 10-15 സെക്കൻഡ് നേരം വഴറ്റി കൊടുക്കാം. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ്. തക്കാളി ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് നേരം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി എപ്പോഴും നല്ല പുളിയുള്ള തക്കാളി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. തക്കാളി ചോറിന് തക്കാളിയുടെ തനതായിട്ടുള്ള രുചിയാണ് എപ്പോഴും നല്ലത്. ഇനി അല്ല പുളിയില്ലാത്ത തക്കാളിയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറയാം എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന്. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കാവുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും ഒന്ന് തുറന്നിട്ട് മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓർക്കുന്നുണ്ടോ, റൈസിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. ഇനി മസാലയ്ക്ക് വേണ്ട ഉപ്പ് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്താൽ കാണാം, നമ്മൾ പൊടികൾ ചേർത്ത് ഇളക്കുമ്പോൾ തക്കാളി ഒന്ന് വളരെ പെട്ടെന്ന് മഷിയായി കിട്ടും. അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പൊടികൾ വേവാൻ വെക്കുമ്പോൾ അത് കരിഞ്ഞു പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മസാലയുടെ കുക്ക്ഡായിട്ടുള്ള പൊടികളുടെ കുക്ക്ഡായിട്ടുള്ള സ്മെല്ലും അടിക്കും, എണ്ണ തെളിഞ്ഞിരിക്കുന്നതും കാണാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളെടുത്ത തക്കാളി അത്ര പുളി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത്. ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
അരിയിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്നത് പോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇളം തീയിലിട്ട് ഒരു 30 സെക്കൻഡ് കൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിച്ചോറ് വിളമ്പാൻ റെഡി ആയിട്ടുണ്ടാവും. ഞാനിതിൽ പട്ട, ഗ്രാമ്പു, ഏലം അതുപോലത്തെ ഹോൾ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. അത് ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി ബിരിയാണി എന്ന് പറയേണ്ടി വരും ഇതിന്. തക്കാളി ചോറിൽ എപ്പോഴും തക്കാളിയുടെ രുചിയാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്, ഹോൾ സ്പൈസസിൻ്റെ അല്ല. ഇതിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിലെ റൈത്തയും എന്തെങ്കിലും ഫ്രൈ, പപ്പടം പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ഫ്രൈയും കൂടെ വെക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.